നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബുലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണം. അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ മെറ്റീരിയൽസ് കാണിക്കണം, അപ്പം വഴിയെ പറയാം എങ്ങനെയാണെന്നൊക്കെയുള്ള വിവരങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കണ്ടുകൊണ്ട് നോക്കാം. ഇന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ കൊണ്ടുവന്നൊരു പ്രാവശ്യം കോട്ടൻ്റെ ബാന്ധേജ് പ്രിന്റ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ബാന്തിനി അല്ല, ബാന്തിനി അങ്ങ് അപ്പർ ക്ലാസ്, ഇത് കുറച്ചുകൂടെ നമുക്കൊരു മീഡിയം ക്ലാസ്സിലൊക്കെ പറയാവുന്ന ഒരു മെറ്റീരിയൽ. നല്ലൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പ്രിന്റിൽ. ഇത് നമുക്ക് ഹെവി തിക്ക് കോട്ടൺ അല്ല, ഒരു മൽ കോട്ടൻ്റെ ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ പെടുത്താം. അതായത് പ്രിന്റുകളെല്ലാം നമുക്കൊരു നൈറ്റിക്ക് എന്ന് തോന്നും, പക്ഷേ ഞാൻ തിക്നെസ് കാണിച്ചു തരാം കേട്ടോ, എന്നിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഏറ്റവും ബെസ്റ്റ് യൂസ് അന്ന് അതിന് കൂടുതലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോയത് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ ഇത് ബ്ലാക്ക് ആണ്. ബ്ലാക്കും നേവി ബ്ലൂവും കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നു. അപ്പോൾ അത് ഏത് കളറാണെന്നൊന്ന് എഴുതുകൂടി വേണേ, കാരണം സ്ക്രീൻഷോട്ട് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ഇത് ബ്ലാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റയോണിൻ്റെ പ്ലെയിൻ കളേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ നോർമലി ഇത് പറഞ്ഞ 2.25 മീറ്ററാണ് നമുക്ക് ദുപ്പട്ടയ്ക്ക് വേണ്ടത്. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചിട്ട് ദുപ്പട്ട കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് ഇത് 42 ഇഞ്ച് വിഡ്ത്ത്, 100 rupees per meter, 100 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. അടുത്തത് അതിൻ്റെ നല്ല ഡാർക്ക് മെറൂൺ, ഇങ്ങനെ ഒരു സോഫ്റ്റ് മീൻസ് ഡെലിക്കേറ്റ് ഫാബ്രിക്. ഇത്രയാണ് തിക്നെസ്, ഒരുപാടില്ല. ഡാർക്ക് കളർ ആയതുകൊണ്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ വരും. ഇതാണ് എൻ്റെ തിക്നെസ് വരുന്നത്. പിന്നെ അടുത്തത് നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ, ഇങ്ങനെ വരും. അപ്പം 3 കളേഴ്സിലാണ് വരുന്നത്. എല്ലാം 42 ഇഞ്ച് വിഡ്ത്ത്, 100 rupees per meter, 100 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങൾ 2.25 മീറ്റർ ദുപ്പട്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ 225 rupeesനാണ് നിങ്ങൾക്ക് ദുപ്പട്ട. 2.25 മതി നോർമലി. കൂടുതൽ വേണ്ടവർക്ക് 2.5 മീറ്റർ വേണമെങ്കിലും നമുക്ക് ദുപ്പട്ട പർപ്പസിന് കട്ട് ചെയ്തെടുക്കാം. ഇത് ബ്ലാക്ക് ആണ്. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ കൂടെ വെച്ച് കാണിക്കുന്നില്ല, നമ്മൾ റയോൺ കാണിക്കുന്നത്. ഇതാണ്, ഇത്രയാണ് തിക്നെസ് വരുന്നത്. ഇങ്ങനെ വരും, ഇങ്ങനെ തിക്നെസ് വരും. നമുക്ക് ദുപ്പട്ടയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ഫാബ്രിക്കാണ്. നൈറ്റി ചെയ്യാൻ കട്ടി കുറവാണിത്. ഇനി ടോപ്പ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. തലയിലൂടെ ഇടുമ്പോൾ ഇങ്ങനെ സൈഡ് മാറിപ്പോയി, ഇങ്ങോട്ടായിരുന്നു അല്ലേ. തലയിലൂടെ ഇട്ടാലൊക്കെ നല്ലൊരു പ്ലെയിൻ ടോപ്സിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ മോഡേൺ ആക്കണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ലേസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒന്നും കൂടെ മോഡിഫൈഡ് വേർഷൻ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഫാബ്രിക്ക്. ഇത് അതിൽ 3 കളേഴ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ദുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തരൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ അതിൽ തേർഡ് കളർ ഇത് കട്ട് ചെയ്ത് വെച്ചത് ഓരോ പീസ് നമുക്ക് ദുപ്പട്ട പർപ്പസിന് എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്ലെയിൻ റയോൺ കാണാം. നല്ല പ്ലെയിൻ, നല്ല ഹെവി റയോൺ ആണ് ഇത്. ആ ബണ്ടിൽ ഇങ്ങനെ കുറച്ച് ലൂസായ ടൈപ്പായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്തു. അപ്പോൾ റോൾ ചെയ്തെടുത്തപ്പോൾ അതിൽ ഹെവിയായി. ഇങ്ങനെ വരും. 58 ഇഞ്ച് വിടുത്തുണ്ട്, 58 ഇഞ്ച് വീതി, പ്ലെയിൻ റയോൺ ഫാബ്രിക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കാണിച്ചു തരാം. ഈ സംഭവങ്ങളുടെ കൂടെയൊക്കെ ഞാൻ ആ കാണിച്ച ബാന്ധേജ് ദുപ്പട്ട വേണമെങ്കിൽ പറ്റൂ കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം ഹെവി റയോൺ ആണ്. ഇങ്ങനെ വരും. ഇങ്ങനെ ലൈനിങ്, കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് വരും 58 ഇഞ്ച് വിടുത്ത്, 120 rupees per meter, 120 രൂപ. അപ്പോൾ പ്ലെയിൻ കളറിൽ നമുക്ക് എ ലൈനായിട്ടോ പ്രിൻസസ് കട്ടിലൊക്കെ ആണെങ്കിലും ക്രോസ് കട്ടിംഗ് ഒക്കെ ആണെങ്കിലും ചെയ്യാനാണെങ്കിലും നല്ല റയോൺ മെറ്റീരിയൽ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ മാച്ചിങ് കലങ്കാരീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരുന്നു. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ഏകദേശം ഒരു കോഫി ബ്രൗണിൻ്റെ ഒരു കുറച്ച് വ്യത്യാസം ഉണ്ട്, എന്നാലും നമുക്ക് യോക്ക് പോലെയൊക്കെ കൊടുത്തിട്ടേ ഒരു 3 പീസ് കട്ടിങ് ചെയ്തിട്ട് അതിൻ്റെ ജസ്റ്റ് സെൻറ്റർ പീസിൽ യോക്ക് പോലെ കലങ്കാരി കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരും കലങ്കാരി മെറ്റീരിയൽ. ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ കലങ്കാരിയുടെ 5 കളറിനും 5 ഡിസൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാറിപ്പോണ്ട, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത്, 160 rupees per meter. ഇത് പ്യുവർ ഒറിജിനൽ കലങ്കാരിയാണ്, നമ്മൾ സ്ക്രീൻ പ്രിൻറ്റിങ് അല്ല, നല്ല കലങ്കാരി മെറ്റീരിയൽ. അപ്പോൾ ഇതങ്ങനെ ഹാൻഡ് ബ്ലോക്കാണ് കലങ്കാരി. അതിൽ ക്യാമ്പ്രിക്കിൽ വരുന്ന സ്ക്രീൻ പ്രിൻറ്റിങ് അല്ല കേട്ടോ. അത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഉരുട്ടിയിടാം. ലോഡിങ്. അടുത്തത് നല്ല നേവി ബ്ലൂ, ഇങ്ങനെ ഡാർക്ക് നേവി ബ്ലൂ. റയോൺ ആണ്, പ്ലെയിൻ റയോൺ. റയോൺ ചോദിച്ചവരൊക്കെ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. റയോണിൻ്റെ ഫോയിൽ പ്രിൻ്റ് അന്ന് കാണിച്ചില്ല. ഇനിയും ഓരോന്നോരോന്ന് വരും. സമയമുണ്ടല്ലോ, പെരുന്നാളിന് സമയമുണ്ട്, ഈസ്റ്ററിനുള്ളവർക്കാണല്ലേ അർജൻറ്റൊക്കെ. സമയമുണ്ട്, കുഴപ്പമില്ല. ഇനി അതിന് നമുക്കിതാ മാച്ചിങ് കലങ്കാരി. ഇങ്ങനെ റയോണിൽ പ്ലെയിൻ ടോപ്പിൽ നമ്മൾ യോക്ക് കലങ്കാരി വെച്ചിട്ട് ചെയ്ത ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വരും.
അതങ്ങനെ. അപ്പോൾ ഇതിന് 44 ഇഞ്ച് വിടുത്ത് 160 റുപ്പീസ് പെർ മീറ്റർ, 160 രൂപ. അതവിടെ വെക്കട്ടെ. അടുത്തത് നല്ല മെറൂൺ, നല്ലൊരു റെഡിഷ് മെറൂണാണ്. ഇതാ ഇങ്ങനെ വരും. എല്ലാം സെയിം വിടുത്ത് സെയിം പ്രൈസ്. 58 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ, 58 ഇഞ്ച് വീതി 120 രൂപ. റയോൺ ഫുൾ ഗൗണൊക്കെ ചെയ്യാൻ നല്ലതാണ്. അതിൻ്റെ കൂടെയുള്ള കലങ്കാരി മുള കാണിച്ചില്ല, അവിടെ വെക്കട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് മറ്റേ നേവി ബ്ലൂവിൻ്റെ ഒക്കെ അവിടെ കാണിച്ച ഇതും പറ്റും. ഒരു സെയിം ടോൺ നല്ല രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ നിങ്ങൾ നോർമൽ ഒരു ബോട്ടത്തിന് പറയും 3.75 മീറ്റേഴ്സ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്താൽ ഇതിൽ തന്നെ നമുക്ക് ലെങ്ത്ത് കുറഞ്ഞ 24-25 ഇഞ്ച് വിടുത്തുള്ള ഒരു ചെറിയൊരു ദുപ്പട്ടയും ഒരു ബോട്ടം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നോർമൽ സൈസ് ഞാൻ ചെയ്തത് ആ ഒരു സൈസിലാണ്. അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനും ചെയ്ത് കൊടുക്കാറുണ്ട്. 3.75 മീറ്റേഴ്സ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്. അപ്പം കലങ്കാരിയുടെ ആ ഒരു മൽക്കോട്ടൻ്റെ അത്രയും ഒരു ഫുൾ വിടുത്തിലെടുക്കുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കുമല്ലോ, കാരണം ദുപ്പട്ട പർപ്പസ് അല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ബോട്ടം ആൻഡ് ദുപ്പട്ട എന്നുള്ള വേണമെങ്കിൽ. ഇനി ജസ്റ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ യോക്കിന് മാത്രമാണെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അത്യാവശ്യം വലിയ യോക്കാണെങ്കിൽ 1/2 മീറ്റർ എടുക്കുക, സ്ലീവിൻ്റെ അറ്റത്തൊക്കെ വെക്കണമെങ്കിൽ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇന്നേയും കൊണ്ടുവച്ചു. ഇതിൻ്റെ കൂടെ ഒരാളെ കൂടെ കാണിക്കേണ്ടായിരുന്നു. ഇതാ ഇനി കലങ്കാരിയിൽ ഇതിൻ്റെ കൂടെ വരുന്ന അടുത്ത ഡിസൈൻ ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വയ്ക്കാം. ഇത് 160. അപ്പോൾ ഇത് രണ്ടും വേണ്ടവർ ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് വിടുക. ഇനി അടുത്തത് ഇങ്ങനെ നല്ല ടീൽ ബ്ലൂ അല്ലേ, ഡാർക്ക് ടീൽ ബ്ലൂ സഫയർ ബ്ലൂ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. അതായത് ആ പീക്കോക്കിൻ്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡായിട്ട് നേവി ബ്ലൂ അല്ല, സുന്ദരി ബ്ലൂ ഇങ്ങനെ വരും. 58 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കലങ്കാരി ഇതുണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ കലങ്കാരി ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കിയിട്ട് അതുപോലെ വാങ്ങാം. സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് അയക്കണേ, മാറല്ലേ, കാരണം ഒക്കെ ഏകദേശം സെയിം പ്രിൻ്റ് അല്ലേ വരിക. ഇനി അടുത്തത് ബ്ലാക്ക്, റയോണിൽ ബ്ലാക്കും. ഇനി പ്ലെയിൻ റയോൺ ഇനിയിപ്പോൾ അടുത്തൊന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ അതിൽ 5 കളേഴ്സ് കാണിച്ചു. ഇതിലിനി പീക്കോ ഗ്രീൻ നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട്, ഗ്രേ കളറും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ മതി ഇനി ജസ്റ്റ്. പിന്നെ എപ്പോഴും പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക, ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ നമുക്ക് മെസ്സേജ് നോക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ താഴേന്ന് തൊട്ടാൽ നോക്കി വരിക. ഇതിന് ചേരുന്ന കലങ്കാരി അതുകൊണ്ട് പറയട്ടെ. ഇതിങ്ങനെ 44 ഇഞ്ചാണ് ഇതിന് 160 160 രൂപ ഇതിന്. ഇത് വെറും പ്രിൻ്റ് അല്ല, ഒറിജിനൽ കലങ്കാരി. ഇത് റയോൺ 120. അപ്പോൾ താഴെ തൊട്ടിട്ടാണ് ആദ്യം വന്ന മെസ്സേജ് മുതലാണ് നോക്കി വരിക. അപ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ നമ്പർ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടാൻ ഡിലേ വരുവേ. ഇനി നമ്മൾ ജക്കാർഡ് മെറ്റീരിയൽ കാണിച്ചില്ലേ, കോട്ടൺ ജക്കാർഡ് എന്നൊരു ചൂടപ്പം പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാതെ പോയൊരു മെറ്റീരിയൽ ആ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1-2 ബേജ് കളർ അല്ലെങ്കിൽ ചിക്കു കളർ കൊണ്ടുവന്നാൽ എടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ കോട്ടൺ ബുട്ടയിലായിരുന്നു അത്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഇതും എടുക്കാം. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്. ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു സംഭവം. ഇതാണ് ജക്കാർഡ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വരും, കോട്ടൺ ആണ്, നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ നമ്മൾ ഈസ്റ്റർ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനൊക്കെ ഡ്രസ് കോഡ് ആ ഒരു പർപ്പസിനൊക്കെ ആണെങ്കിലും പറ്റുന്ന ഒരു മെറ്റീരിയൽ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ. ഇനി അതിൻ്റെ തിക്നെസ് കാണിച്ചു തരാം. സാരി പർപ്പസിന് പറ്റുമോ ഇത് പറ്റാതെ എന്താ പറ്റും. പക്ഷേ ഇങ്ങനെ ഇതുണ്ടോ അല്ല, ഇത് ഇതിൻ്റെ ഈ വശം ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ വരും ഇതിൻ്റെ വ്യൂ. നമുക്ക് സാരി ആയിട്ടാണെങ്കിലും ടോപ്പിനൊക്കെ ആണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ടോപ്പിനൊക്കെ നോർമൽ ടോപ്പ് 2.5 മീറ്റേഴ്സ് മതി. ഇതിൽ വരുന്ന ഈ ഒരു ബേജ് കളർ ഡാർക്ക് ചിക്കു കളർ ബോട്ടം ഇട്ടിട്ട് ദുപ്പട്ട ഇട്ടിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ 44 ഇഞ്ച് വിടുത്ത് 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ. അപ്പോൾ അത് ഇനി കഴിഞ്ഞ വീഡിയോസിലൊക്കെ സ്ക്രീൻഷോട്ടുകളൊന്നും മാറരുത്. അതിൽ നമ്മൾ കോട്ടൺ ബുട്ട കാണിച്ചിട്ടുണ്ട്. ഇതും കോട്ടൺ ജക്കാർഡ് കോട്ടൺ, അതിൽ വൈറ്റ് കളർ ഇത് കണ്ടോ, വൈറ്റ് ഇങ്ങനെ വരും. അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുക്കണമെങ്കിൽ ഇപ്പം എടുത്തോളൂ ഇങ്ങനെ. കാരണം ഈ വൈറ്റ് പ്ലെയിൻ കളേഴ്സ് മെറ്റീരിയൽ ഇതിൻ്റെ ശരിക്കും നമ്മളങ്ങനെ പൊങ്ങി നിൽക്കുന്ന നൂലൊക്കെ കാണുന്ന ടൈപ്പ് മെറ്റീരിയൽ ഇത് ഇവിടെ ഈ സൈഡിലാണ് വരിക. ഇങ്ങനെ വരും, ഒരു സെൽഫ് ഡിസൈൻ പോലെ വരുന്നു. ഇങ്ങനെ വരും ഇങ്ങനെ, ഇത് കണ്ടോ. അപ്പോൾ നമ്മളിത് ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടും ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ വിടുത്ത് കുറച്ചൊന്ന് കുറച്ചാൽ മതി. 44 ഇഞ്ച് വിടുത്ത് 180, 180 രൂപ. അപ്പോൾ കോട്ടൺ ജക്കാർഡ് വന്നു അതങ്ങനെ. ഇനി അതിലിതാ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊക്കെ വേഗം വാങ്ങിക്കോളൂ. ലാവൻഡർ ഇതാ
അപ്പോൾ ഈ സുന്ദരി കളറിൻ്റെ പ്രഭാവത്തിൽ ആ രണ്ട് കളറുകളും മങ്ങിപ്പോണ്ട, അതിന് അതിൻ്റേതായ ഭംഗിയുണ്ട്, ഇതിൻ്റേതായ ഭംഗിയുണ്ട്. ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത് 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ ഇങ്ങനെ വരും. നമുക്ക് ഏതും ടോപ്പിനും സാരിക്കും ഒക്കെ നല്ലതാണ്. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് ആ ഡിസൈൻ ഇങ്ങനെ പൊങ്ങി നൂല് പോലെ കാണണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അന്ന് വന്ന ഡിസൈൻ ഇത് തന്നെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഡിസൈൻ ഇതാ, ഇങ്ങനെ ഭംഗിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഹക്കോബ, നല്ലൊരു ഫൈൻ ബ്രിക്ക് റെഡ് അല്ലേ, ബ്രിക്ക് റെഡ് അല്ലേ, അത് റസ്റ്റ് കളറോ, ഇത് നമ്മൾ തുരുമ്പിൻ്റെ റസ്റ്റ് കളർ എന്നൊക്കെ പറയാം. ഇൻ ബിറ്റ്വീൻ നല്ലൊരു സുന്ദരി കളറാണ് ചുരുക്കം പറഞ്ഞാൽ. ഇതിങ്ങനെ വരും. ഇന്ന് അതിൽ കുഞ്ഞു കട്ട് വർക്ക്, വലിയ കട്ട് വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ടോ. അപ്പോൾ ഈ ചെറിയ കട്ട് വർക്കുള്ള മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് ചെയ്യാമെന്നൊക്കെ പറയും. അത് ഇതിന് പറ്റില്ല. ഇതിന് നമുക്ക് ആ സെയിം ലൈനിങ് ആയിരിക്കും ഭംഗി കേട്ടോ. കാരണം ആ ഹോൾസ് വലുതാവുമ്പോഴാണ് നമുക്ക് വലിയ കോൺട്രാസ്റ്റ് കളറൊക്കെ ലൈനിങ് വെച്ചാൽ ഭംഗി ഉണ്ടാവുക. ഇതിന് ഞാനിങ്ങനെ കാണിച്ചു തരാം. നല്ല വശം ഇതാ, ഇങ്ങനെ ഉണ്ടോ, ഇത് ഇങ്ങനെ വരും ഹോൾസ്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് കാണുമോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ കാണും ഉള്ളൂ. പക്ഷെ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതിന് നമുക്ക് 48 ഇഞ്ച് വിടും, 48 ഇഞ്ച് വീതി വരുന്നത്. നമുക്ക് ഹൊറിസോണ്ടലി വെർട്ടിക്കലി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 46 ആണ് നമുക്ക് വർക്ക് കിട്ടുക, വർക്ക് വരുന്നത്. അപ്പോൾ ഒരു നോർമൽ ടോപ്പ് എടുക്കുന്ന പോലെ തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ വരും. അപ്പോൾ ഇത് 40, നമ്മൾ നോർമൽ 44 വരും. അപ്പോൾ 2.25 കിട്ടുന്നുണ്ടാവും നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ. ലെങ്ത്ത് അനുസരിച്ചിട്ടാണ്. കാരണം 46 ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ നമുക്ക് ലെങ്ത്തി ടോപ്പ് വേണ്ടവർ 2.5 തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതങ്ങനെ. ഇതിന് 46 ഇഞ്ച് വിടുത്ത് 280 റുപ്പീസ് പെർ മീറ്റർ, 280 രൂപ. അത്യാവശ്യം തിക്നെസ്സുള്ള നല്ലൊരു ഹെവി മെറ്റീരിയൽ തന്നെയാണ്. ആ കട്ട് വർക്ക്, ഓരോ കുഞ്ഞ് കട്ട് വർക്കിന് ചുറ്റും ഒരു ത്രെഡ് വർക്ക് കൂടി ഉണ്ട്, നല്ലൊരു ഫൈൻ മെറ്റീരിയൽ. അപ്പോൾ അതങ്ങനെ. ഇനി അതിനോട് കൂടെ ചേർത്ത് വായിക്കാവുന്ന വേറൊരു മെറ്റീരിയൽ, ഇത് നമ്മുടെ കോട്ടൺ റയോൺ വിത്ത് ഫോയിൽ പ്രിൻറ്റ്. ഇത് വാഷ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. ഈ സംഭവം കളറിളകുന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഫോയിൽ പ്രിൻ്റാണിത്. ഇതും ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെയൊന്നും പോകണമെന്നില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ ഒരു ഭംഗിയുണ്ട്, സുന്ദരി മെറ്റീരിയലാണ്. ഇതുണ്ട് ഇങ്ങനെ. അപ്പം നമുക്ക് ഇതിനെയും കൂടെ വേണമെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇപ്പോഴും വേണ്ട. ആ പാട്ട് ഇങ്ങനെ പാടാൻ വന്നു സുന്ദരി. ഞാൻ പിന്നെ പാടി ആവർത്തന വിരസത വരണ്ടല്ലോ, സുന്ദരി നീയും സുന്ദരഞ്ഞ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ. അപ്പോൾ ഈ സംഭവം നമ്മൾ കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് നമുക്ക് സിഗരറ്റ് ബോട്ടം പോലെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ നമുക്കിതിന് ടോപ്പ്, ഇതിന് 52 ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ. 52 ഇഞ്ച് വിടുത്ത് 160 റുപ്പീസ് പെർ മീറ്റർ, 160 രൂപയാണ്. കോട്ടൺ റയോണിൽ 52 ഇഞ്ച് വിടുത്ത് വിത്ത് ഫോയിൽ പ്രിൻറ്റ്. നല്ല ഭംഗിയുള്ളൊരു ഫോയിൽ പ്രിൻറ്റ്. നിങ്ങൾക്ക് ആ പ്രിൻറ്റ് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതുണ്ടോ. ഇനി ഇതിനെ ആസ് സച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് 3 പീസ് കട്ടിങ് പോലെ ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ പീസ് വേണമെങ്കിൽ നമ്മൾ ഈ ഹക്കോബ വെച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു 1 മീറ്റർ ഒക്കെ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു യോക്ക് വെച്ച് കൊടുക്കാനാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ ഹക്കോബ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് 160 റുപ്പീസ് പെർ മീറ്റർ, 160 രൂപ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയിൻ ബോട്ടം, ഇത് ഞാൻ ജസ്റ്റ് ഒരു ബ്രിക്ക് റെഡ് ബോട്ടം എടുത്തു എന്നേ ഉള്ളൂ. ഇതുണ്ടോ, ഈ ഒരു ഇതാണ് ശരിക്കും ബ്രിക്ക് റെഡ്. ഇത് ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഈ കളറുകൾ തമ്മിൽ. അപ്പോൾ ഈ കളറിനെ എന്ത് വിളിക്കാമെന്ന് തീരുമാനിക്കുക. ഇത് ഒരു പീച്ചും അല്ല, റസ്റ്റ് കളറും അല്ല, ഒരു ബ്രിക്ക് റെഡും അല്ലാത്ത അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീനുള്ള പേരാവണുള്ളൂ ആ കുട്ടിക്ക്, അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ ഇതിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെയും കഴിഞ്ഞു. ഇനി നമ്മൾ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുന്നു, സുന്ദരിയല്ലോ. 44 ഇഞ്ച് വിടുത്ത് 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപ. നൈറ്റി മെറ്റീരിയൽ സമ്മർ സ്പെഷ്യൽ, ഫെസ്റ്റിവൽ സ്പെഷ്യൽ നൈറ്റി മെറ്റീരിയൽസ്. ഇത് വേറെ നമുക്കൊരു താഴോട്ട് വരുന്ന ഇങ്ങനെ ഒരു പാറ്റേണിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 2 മീറ്ററൊക്കെ ആയിട്ട് ടോപ്പിന് ആരെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലി ചെയ്താൽ ഭംഗി, അല്ല ഹൊറിസോണ്ടലി ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ നൈറ്റി ആണെങ്കിൽ എന്തായാലും നമ്മൾ 3 മീറ്റേഴ്സ് എടുക്കുക. 3 മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ താഴോട്ട് വരിക. 3 മീറ്റർ എടുത്ത് നമുക്കൊരു 56 മാക്സിമം ലെങ്ത്ത് കിട്ടുക, 55 ഇഞ്ച് ലെങ്ത്ത് കിട്ടുക. അതിൽ കൂടുതൽ പ്ലസ് സൈസുള്ളവരും സ്ലീവ് ലെങ്ത്ത് ഒക്കെ കൂടുതൽ വേണ്ടവരൊക്കെ ആണെങ്കിൽ 3.25 3.5 വെച്ചിട്ട് എടുക്കുക. ഇങ്ങനെ ടോപ്പിനാണെങ്കിൽ 2.5, ലെങ്ത്ത് അനുസരിച്ച് ലെങ്ത്ത് കുറഞ്ഞ ടോപ്പാണെങ്കിൽ 2.25, 2.25 മീറ്റർ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കളർ ഇതിങ്ങനെ 44 ഇഞ്ച് എടുത്ത് 110 റുപ്പീസ് പെർ മീറ്റർ. ഇനി ബാക്കി കളേഴ്സ് കാണിച്ചാൽ പോരെ. ഇതിങ്ങനെ, ഇത് നമുക്ക് ടോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു കോഫി ബ്രൗൺ ബോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സമ്മർ സ്പെഷ്യൽ മെറ്റീരിയൽ, നമുക്ക് സമ്മർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥ നമുക്ക് ഉപയോഗിക്കാൻ സുഖമുള്ള മെറ്റീരിയലാണ് ഇത്. അതിൽ നെക്സ്റ്റ് കളറ് ഡാർക്ക് മെറൂൺ.
ഇങ്ങനെ വരുന്നു. അത് നമ്മൾ നല്ലൊരു യെല്ലോ കണ്ടു, ഇതൊരു ഡാർക്ക് മെറൂൺ. ഇനി ഇതൊരു മസ്റ്റാർഡ് യെല്ലോയുടെയും ഒരു ഒലിവ് ഗ്രീൻ്റെയും കൂടെ ഇൻ ബിറ്റ്വീൻ വരുന്ന നല്ലൊരു സുന്ദരി കളർ. അതിൻ്റെ ഇടയിൽ പിങ്ക് ഫ്ലവേഴ്സ് വരുന്നു. ഇങ്ങനെ വരുന്നു തേർഡ് കളർ ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീനിലേക്ക്. അതിൽ 3 നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് അയയ്ക്കുക. അതിൻ്റെ എത്ര മീറ്റർ ആണെന്ന് പറയും. ഇത് ഡാർക്ക് മെറൂൺ, കോഫി ബ്രൗണിലേക്ക് എത്തുന്ന ഡാർക്ക് മെറൂൺ. അപ്പോൾ ഈ കളറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇനി സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറണ്ട. ഇത് 1, 2. അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡ്, ഇത് ഡാർക്ക് ഷെയ്ഡ് എന്ന് അങ്ങനെ എന്തെങ്കിലും ക്ലൂ പറയണേ. കണ്ട് ഇത് തമ്മിൽ വ്യത്യാസം കണ്ട് ഇങ്ങനെ 4 കളർ ഇങ്ങനെ. അപ്പോൾ മാറിപ്പോണ്ട സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞു. ഇനി അടുത്ത ഡിസൈൻ വരുന്നു. ഇത് നമ്മൾ കുഞ്ഞ് മാംഗോ ഡിസൈൻസ് ഇങ്ങനെ വരുന്നു. ഇത് നല്ലൊരു ഒരു റെഡിഷ് ഓറഞ്ച് എന്നൊക്കെ പറയാവുന്ന കളർ, റെഡിൻ്റെ ഓറഞ്ചിൻ്റെ ബിറ്റ്വീനിലുള്ള നല്ലൊരു പ്ലസൻറ്റ് കളറ്. ഇത് ഇങ്ങനെ വരും. നല്ല പാറ്റേൺസ് വരുന്നത്, ഡിസൈൻ വരുന്നത് ഓറഞ്ച് ഷെയ്ഡിലാണ്. 44 ഇഞ്ച് വിടുത്ത്, 140 rupees per meter. എൻ്റെ ഈ ബോർഡർ വരുന്നപ്പോഴത്തേക്ക് നല്ല റെഡിഷ് മെറൂൺ കളറിലേക്ക് എത്തുന്നുണ്ട്. നല്ലൊരു പ്ലസൻറ്റ് കളർ. അത് ഫസ്റ്റ് കളറ്. അടുത്തത് നല്ലൊരു ബ്ലൂ ഇങ്ങനെ വരുന്നു. തേർഡ് കളറ് ഡാർക്ക് മെറൂൺ ഇങ്ങനെ വരുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ട് ഇങ്ങനെ ഈ 2 കളേഴ്സ് തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് വേണമെന്നുള്ളത്. എല്ലാത്തിൻ്റെ അറ്റത്ത് ബോർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ നൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബോർഡർ നെക്കിന് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാം. 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter. ഫോർത്ത് വൺ ബ്ലാക്ക്. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വിഷുവിൻ്റെ കളക്ഷൻസ് കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ നമുക്കിനി ട്യൂസ്ഡേയിലേ വരുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക, മെസ്സേജ് അയക്കുക. ഒരു പ്രാവശ്യം മാത്രം അയച്ചിട്ട് നിങ്ങൾ എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നവരെ സ്റ്റിച്ചിങ് വേണമെങ്കിൽ അതും അവരുടെ അടുത്ത് പറയുക. ഒപ്പം മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ടേൺ ആകുമ്പോൾ ഇവിടുന്ന് രജിസ്റ്ററിൽ എൻട്രി വന്ന് ടേൺ ആകുമ്പോൾ ഇവിടുന്ന് പ്രതിഭ കോൺടാക്ട് ചെയ്യും സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന്. അതുവരെ വെയിറ്റ് ചെയ്യണം. അധികം വൈകാതെ ഇപ്പോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. പിന്നെ മോഡൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ഡിസ്കസ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെന്താ, അങ്ങനെ അയക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. എപ്പോഴും പ്രിസൈസായിട്ട് കറക്റ്റ് എന്താ വേണ്ടതെന്നുള്ള എക്സാക്റ്റ് മെസ്സേജ് അയച്ചാൽ ഒന്നുകൂടെ നമുക്ക് എളുപ്പമുണ്ടാവും പറയാനായിട്ട്. അല്ലാതെ ജസ്റ്റ് സെൻഡ് പിക്സ് അങ്ങനെ പറഞ്ഞ ഷോപ്പിലുള്ള വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ സമയം പോലെ കാണിച്ചു തരും സെക്കൻഡ് ഡേയിലൊക്കെ ആയിട്ട്. അതങ്ങനെ ചെയ്യാം. അപ്പം പിന്നെന്താ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.